ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ന്യൂ ഇയർ അല്ലേ. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വരെ നല്ലൊരു പുതുവത്സര ദിനം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എംബ്രോയിഡറി പൂപ്പാണ്. ഒരു നെയിം ഒക്കെ വെച്ച് പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് ഒരു എംബ്രോയിഡറി പൂക്കളൊക്കെ തയ്ച്ച ഒരു എംബ്രോയിഡറി പൂപ്പാണ് ഞാനിന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ പകുതി വരെ ഇവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു പേരൊക്കെ എഴുതിയിട്ട് പകുതി വരെ ഞാനിവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയാണ് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ മേളിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ താഴെയും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ലെറ്റേഴ്സ് ഞാൻ എഴുതിയിരിക്കുന്നത് കാലിഗ്രഫി എന്ന് പറഞ്ഞൊരു പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്തൊരു ആപ്പിൽ നിന്നാണ് ഞാൻ ആ ഒരു പേര് ഞാൻ ട്രേസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് ത്രെഡ്, നമുക്ക് ഇഷ്ടമുള്ള ത്രെഡ് വേണം എടുക്കാം. ഞാനിപ്പോൾ ഒരു എടുപ്പിന് വേണ്ടിയിട്ടൊരു ബ്ലാക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് ഞാൻ ആ പോർഷൻ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പേരിൻ്റെ ആ എഴുതിയിരിക്കുന്ന സ്പേസ് മൊത്തം നമ്മളെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാനത് മൊത്തം ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിനെ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പുറയിൽ കെട്ട് വീഴാതെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ പുറയിൽ കെട്ട് വീഴുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് മൊത്തം ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ഫുള്ളായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ സ്പേസ് ഒന്നും വരാതെ ആ ഒരു കട്ടിക്ക് തന്നെ നമ്മൾ വെക്കണം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിലിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കളാണ് തയ്ക്കേണ്ടത്. അപ്പോൾ വോവൻ വീൽ സ്റ്റിച്ചാണ് ഞാനെൻ്റെ പൂവിന് ഇവിടെ തയ്ക്കുന്നത്. ആ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആ ഒരു ക്രോസ് പോലെ വരച്ച് അവിടെ എല്ലാം ഇതുപോലെ തയ്ച്ചു കൊടുത്തു. എന്നിട്ട് ആ ഒരു ക്രോസിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ഇടവിട്ട് ഇങ്ങനെ നൂലെടുത്ത് ചെയ്തേക്കുകയാണ്. ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇടവിട്ടിങ്ങനെ ഒരു ക്രോസ് ഒരു ലൈൻ കഴിഞ്ഞിട്ട് അടുത്ത ലൈന് അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരുമായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചത് എളുപ്പമായിട്ട് വരും. അപ്പോൾ ഞാനത് ഫുൾ പൂവായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് മൊത്തം കവർ ചെയ്തിട്ടുണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റ് വരയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് റൗണ്ടിൽ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 സ്ട്രാൻഡാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആ വര പോലിരിക്കുന്ന 7 സ്ട്രാൻഡാണ്. അപ്പോൾ 7 സ്ട്രാൻഡിൽ കൂടെയാണ് ഞാൻ നൂല് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പൂ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കെട്ട് വീഴാൻ നോക്കണമെന്നുള്ളതാണ്. പിന്നെ ഞാൻ ആ പൂക്കളെല്ലാം ഞാനിത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബീഡ്സ് കുറച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ബീഡ്സോ അല്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ച് നോട്ടോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് നമ്മളതിന് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലീവ്സാണ് നമുക്കിനി ചെയ്യേണ്ടത്. ലീവ്സിന് ഞാൻ ഇതുപോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ചാണ് ലീവ്സിന് ഞാൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫിഷ് ബോൺ സ്റ്റിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിനൊരു സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ലൈനൊന്നും കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ലീവ്സും ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുരുക്ക് വീഴും. അപ്പോൾ കുരുക്ക് വീഴാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുരുക്ക് വീഴാതെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ നല്ലപോലെ ടൈം എടുത്ത് വേണം ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ടൈം എടുത്ത് ആദ്യമൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനും ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് ഓരോന്നും ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ലീവ്സ് ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഇടയ്ക്കത്തെ ഒരു പൂക്കളല്ലാത്ത ഇങ്ങനെ കുറച്ചിങ്ങനെ തണ്ട് പോലെ കാണിക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ ഞാനിങ്ങനെ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യേണ്ടത്. ഫ്രഞ്ച് നോട്ടെന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ ജസ്റ്റ് നീഡിലോട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി ഇങ്ങനെ താഴെ കൂടി ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ഹൂപ്പ് ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.